ഇതാണ് നമ്മളിപ്പം കണ്ടത്. അത് 2 കുട്ടികളാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇത് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അതായത് അധ്യാപകനാണ്. കക്ഷിയുടെ സ്കൂളിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു കുട്ടിയെ പിടിച്ചതുപോലെ ചുവരിൽ കൊണ്ടുവന്ന് ചേർത്ത് തലയുടെ ബാക്ക് ഭാഗം ഇടിച്ച് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് എങ്ങനെ അത് തട്ടി മാറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് നോക്കാം. തള്ളിയതിന് ശേഷം ഞാൻ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കഴുത്തിൽ പിടിക്കുന്ന സെക്കൻഡിൽ ഈ രീതിയിൽ തട്ടി മാറ്റാം. ഒന്നുകൂടെ കഴുത്തിൽ പിടിച്ച് ബാക്കിലോട്ടുണ്ട്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ നിൽക്കുകയല്ലേ, നമ്മളിങ്ങനെ കാലും കൂടെ എടുക്കണം. നമ്മളിങ്ങനെ നിന്നിട്ട് ഇടതോട്ട് തിരിഞ്ഞ് ഈ കാലിന് ബാക്കിൽ വെച്ച് വേണം. അതായത് ഇടതോട്ട് തിരിയുന്നതെന്ന് പറയുന്നത് ഇടതോട്ട് തിരിഞ്ഞ് ഈ ഇടതുകാലിന് ഈ ഭാഗത്തോട്ടേക്ക് മാറ്റി വയ്ക്കും. ഒന്നുകൂടെ കഴുത്തിൽ പിടിക്കുമ്പോൾ നമ്മൾ ഇടതോട്ട് തിരിയുന്നതോടൊപ്പം ഈ കൈ കൊണ്ട് ഇയാളുടെ കൈയുടെ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒന്നുകൂടെ ഇങ്ങനെ മാറാം. അതായത് നമ്മളെ പുറകിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഇത് പിടി വരുമ്പോൾ തന്നെ തട്ടി അങ്ങ് മാറ്റണം. ഇത് നമുക്ക് തട്ടുന്ന 2-3 രീതിയിൽ തട്ടാം. ഇത് പിടിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പരത്തി ഇങ്ങനെ അടിച്ചാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിടിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ഈ കൈയുടെ ഈ മുദ്ര വെച്ചിട്ട്, ഈ വിരലിൽ ഏതെങ്കിലും മുദ്ര വെച്ചതിന് ശേഷം ഈ കൈയുടെ മധ്യഭാഗത്തായിട്ട് ഇവിടെ കുറച്ച് മർമ്മമൊക്കെ ഉണ്ട്, നമുക്ക് ആ ഭാഗത്തായിട്ട് നമ്മൾ ഇവിടെ തട്ടി വേണമെങ്കിൽ മാറാൻ പറ്റും. ഏത് രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുക. കുട്ടികൾ ആരെങ്കിലും ഇങ്ങനെ കഴുത്തിൽ പിടിച്ച് പെട്ടെന്ന് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇടത് തിരിഞ്ഞ് കാല് ബാക്കിൽ വെച്ച് തട്ടി അങ്ങ് മാറി പോവുക. അവിടെ ഇത് പിടിച്ച് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിടിക്കാനായിട്ട് നിന്ന് കൊടുക്കരുത്.